ഹായ് ഫ്രണ്ട്സ്, എക്സോഡി ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ഊട്ടിയിലെത്തിയിരുന്ന മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മളിവിടെ നിന്ന് ഊട്ടിയിൽ തിരിക്കുകയാണ്. ഇന്ന് നേരെ കേരളം പോവാണ്. കേരളം പോകുന്നത് വെച്ചാൽ ആദ്യം ഇവിടെ ഊട്ടിയിൽ 1-2 കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പിന്നെ എനിക്ക് പാഴ്സൽ അയക്കും, കൊറിയർ അയക്കണം. കൊറിയർ രാവിലെ അയക്കും, 9 മണിയൊക്കെ ആകുമ്പോൾ കൊറിയർ ഓഫീസ് തുറക്കും. അങ്ങനെ കൊറിയർ അയച്ചതിന് ശേഷം 1-2 കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് തിരിച്ച് പോകാനായിട്ട്. ഇപ്പോൾ ഞാൻ രാവിലെ റെഡിയായി. ഇപ്പോൾ നമുക്കൊരു സമയം വന്നിട്ട് 8:10 നമുക്ക് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ 9 മണിയാകുമ്പോൾ ടോയ് ട്രെയിൻ വരും. അപ്പോൾ ട്രെയിനിൻ്റെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമെന്ന് കാണാം. ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ടോയ് ട്രെയിനും കൂടെ കണ്ടിട്ട് വേണം പോകാൻ. ഊട്ടിയിൽ എന്തായാലും വന്നിട്ട് അവിടെ പോയിരിക്കുന്നത് ശരിയില്ല. നല്ല ആവി വരുന്നുണ്ട് വായിന്ന്. രാവിലെ ഒന്ന് ചായ എല്ലാം കുടിക്കണം. എന്നിട്ട് ഒരു 9 മണിക്ക് മുമ്പായിട്ട് ചക്കോട്ടിൽ ഇറങ്ങണം. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടി ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. ടൗണിൽ തന്നെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ജസ്റ്റ് ഒരു ഷർട്ട് മാത്രമേ ഇട്ടുള്ളൂ. രാവിലത്തെ തണുപ്പൊന്ന് എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നടന്നു കാണട്ടെ. രാവിലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ കടകളൊക്കെ അടപ്പാണ്. തണുപ്പൊക്കെ അല്ലേ, രാവിലെ ഒന്ന് ചായ കുടിക്കണം, കുടിച്ചിട്ട് വരാം. രാവിലെ വെള്ളം കണ്ട ടാങ്കറിലെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്ന കാഴ്ച കേട്ടോ. നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുള്ളതുകൊണ്ടേ ചായയുടെ ചൂട് പോലും അറിയുന്നില്ല. ആവിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറന്നു പോകുന്നുണ്ട്. 2 മിനിറ്റിൽ കുടിച്ചില്ലെങ്കിൽ ചായ തണുത്തു. അതും കുറച്ചേ ഉണ്ടാവുള്ളൂ. വീണ്ടും കുടിക്കാനുള്ള ടെൻഡൻസി പോകുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് രാവിലെ. എന്നുവെച്ചാൽ കുളിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതുള്ളൂ. അപ്പോൾ എൻ്റെ കൈയൊക്കെ നല്ലപോലെ തണുക്കുന്നുണ്ട്. എന്നാൽ ഗ്ലൗസൊക്കെ ഇട്ടിരിക്കണം. ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇഡ്ഡലി കഴിക്കാമെന്ന് ചോദിച്ചു. രാവിലെ എന്തായാലും ഇന്ന് ഇറങ്ങില്ല. അപ്പം പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കാരണം കുറച്ചധികം ട്രാവൽ ചെയ്യാനൊക്കെ ഉണ്ടെന്ന്. ആ സമയത്തിനിപ്പോൾ നല്ല ഫുഡൊന്നും കിട്ടണമെന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ഊട്ടിയിലെത്തിയിട്ട് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ ഊട്ടി നഗരത്തോട് വിട പറയുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഊട്ടിയിലെ നഗരത്തിലെ കാഴ്ചകളും ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റി. നമ്മളെന്തായാലും കൊണ്ടുപോകാനുള്ള പാഴ്സൽ അയക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പാക്ക് വെച്ചിട്ടുണ്ട്. ടെഡി ബിയറും പിന്നെ വാങ്ങിയ സാധനങ്ങൾ, റെയിൻകോട്ടും ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ പാഴ്സലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പെട്ടി പാഴ്സൽ ഓഫീസിൽ കൊണ്ടുപോയി പാഴ്സൽ അയച്ചിട്ട് വേണം, കൊറിയർ അയച്ചിട്ട് വേണം എനിക്ക് കേരളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാം കൂടെ താങ്ങില്ല എൻ്റെ ബാഗിൽ. പിന്നെ ഇന്നത്തേക്ക് ഞാൻ ടെൻറ്റ് എടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് കേരളത്തിലെവിടെയും ടെൻറ്റ് അടിച്ച് കിടക്കണം. അതുകൊണ്ട് ഞാൻ ടെൻറ്റ് എപ്പോഴും ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ അതും കൂടെ കയറ്റിവിടായിരുന്നു. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ ട്രെയിൻ സ്റ്റേഷനിലാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഊട്ടിയിലെ ട്രെയിൻ നമുക്ക് കാണണമെന്ന് വിചാരിച്ചിട്ട് കാണാൻ പറ്റിയില്ല. നമ്മൾ നേരത്തെ ഇന്നലെ കിന്നക്കോറെ പോയതുകൊണ്ടാണ്. അപ്പോൾ ഇന്നതാ രാവിലെ കറക്റ്റ് 9 മണിക്ക് മുന്നേ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ട്രെയിൻ ഇതാ മുന്നേ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നേരെ ഇവിടെ നിന്നും നേരെ കൂനൂരേക്കുള്ള യാത്രയാണ് ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ റൂട്ടിൽ തന്നെ തിരിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ട്രെയിൻ റിവേഴ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, 5 ബോഗിയാണ് ഈ ഒരു ട്രെയിനും പ്രധാനമായിട്ടും ഉള്ളത്. ഇപ്പോൾ സമയം 9 മണി, 9:15 ട്രെയിനിൻ്റെ ഊട്ടി എന്നുള്ള ആദ്യത്തെ ജേണി. അങ്ങനെ 3 സമയമുണ്ട്. ഇതിൻ്റെ സമയം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം. ട്രെയിനിന് നോർമലി ടിക്കറ്റ് ചാർജ് വരുന്നത് 80 രൂപയാണ്. പക്ഷേ ടിക്കറ്റ് കിട്ടാതിരിക്കുന്ന സമയത്ത് ഒരു കോച്ച്, അതായത് ഒരു ബോഗി 5-ൽ 1 ബോഗി ഫസ്റ്റ് ക്ലാസ് ബോഗിയായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ആ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് വില വന്നിട്ട് 170 രൂപ സംതിങ് ഒക്കെയാണ്. ആകപ്പാടെ ഉള്ളത് 5 ബോഗീസാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അവരുടെ ട്രെയിൻ ടിക്കറ്റ് നോക്കിയിട്ട് സീറ്റ് നമ്പറൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് അത് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കേട്ടോ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ടോയ് ട്രെയിനിൻ്റെ അകത്ത് കയറിയതേ ഉള്ളൂ. നമ്മൾ എന്തായാലും യാത്ര ഇന്ന് പോകുന്നില്ല കേട്ടോ. നമുക്ക് ഇന്നലെ പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഞാനിന്ന് ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. എനിക്കിവിടെ മഞ്ഞ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാഴ്ചയിൽ എനിക്കൊരു മൂടൽ മഞ്ഞുണ്ടെങ്കിലേ ട്രെയിൻ യാത്രയ്ക്കൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ടിക്കറ്റൊക്കെ നമുക്ക് രാവിലെ തന്നെ ഒപ്പിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ടിക്കറ്റ് വലിയ വിഷയമില്ല. ഇന്ന് രാവിലെ വന്നവർക്കും ടിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ഡെയിലി 4 ട്രെയിനുകളാണ് ഊട്ടി സ്റ്റേഷൻ വഴി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് രാവിലെ 9 മണിക്ക് ഇവിടെ എത്തുന്ന ട്രെയിൻ 9:15 ഇവിടെ നിന്ന് പുറപ്പെടും. അത് നേരെ കൂനൂരിലേക്കാണ്. അതിനുശേഷം 12 മണിക്ക് ഇവിടെ എത്തുന്ന ട്രെയിന് 12:15 പുറപ്പെടും. അത് മേട്ടുപ്പാളയത്തിലേക്കാണ് കേട്ടോ. അതിനുശേഷം ഉച്ചയ്ക്ക് 1:50 ഇവിടെ എത്തുന്ന ട്രെയിന് 2 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ 5:15 ഇവിടെ എത്തുന്ന ട്രെയിന്
5:30 ഇവിടെ നിന്ന് പുറപ്പെടും. അത് രണ്ടും കൂനൂരിലേക്കാണ്. ഒരു സർവീസ് മേട്ടുപ്പാളയത്തേക്കും ബാക്കിയുള്ള 3 സർവീസും കൂനൂർ വരെയാണുള്ളത്. ഇതെല്ലാം ഒറ്റ റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഊട്ടിയിൽ നിന്ന് നേരെ ഒരു 18 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ കൂനൂരിലെത്തും. കൂനൂരിൽ നിന്ന് ഒരു 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മേട്ടുപ്പാളയം. അപ്പോൾ ടോട്ടൽ നമുക്ക് ഊട്ടിയിൽ ടു മേട്ടുപ്പാളയം വരുന്നത് 40 കിലോമീറ്ററാണ്. ഊട്ടിയിൽ നിന്ന് കൂടുതൽ ആൾക്കാരും പോകുന്നത് കൂനൂർ വരെയാണ് കേട്ടോ. കൂനൂർ വരെയുള്ള ലോക്കൽ ടിക്കറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. പിന്നെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിലെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 290 രൂപ വരെ കൂടുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് എല്ലാവരും പരമാവധി നേരത്തെ വന്ന് 80 രൂപയുടെ ടിക്കറ്റ് കിട്ടുന്നത് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് സ്റ്റേഷനിൽ വന്ന് നമുക്ക് ബുക്കിംഗ് അവൈലബിൾ ആണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷനുകളുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പഴയകാല കാര്യങ്ങളും വസ്തുക്കളും അവരുടെ എക്യുപ്മെൻസും ട്രെയിനിൻ്റെ ഉള്ളിലുള്ള പഴയകാല ഉപകരണങ്ങളും അതുപോലെ തന്നെ പഴയ ട്രെയിനിൻ്റെ ഫോട്ടോസും പഴയ ആൾക്കാരുടെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പീനിയൻ വീൽ, അതുപോലെ തന്നെ ലാമ്പ് കാര്യങ്ങൾ, അവിടെയുള്ള എന്താണ് റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു മ്യൂസിയം പോലെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ അല്ലാത്ത പെട്രോമാക്സ് ലൈറ്റ്, അതുപോലെ തന്നെ പഴയ ടൈപ്പ് റൈറ്റർ, പഴയ വാൾ ക്ലോക്കുകൾ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടിട്ടില്ലാത്ത പഴയകാല ഉപകരണങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ ഏകദേശം പുറപ്പെടാനുള്ള സമയം ആയി വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം അവരുടെ ഫാമിലി ഒത്ത് ഒഴിവുകാലം ചിലവഴിക്കാൻ വേണ്ടി ഊട്ടിയിൽ വന്നതാണ്. ട്രെയിനിൻ്റെ എല്ലാ ബോഗീസിലും എല്ലാ സീറ്റും ഫുള്ളാണ്. അപ്പോൾ കണ്ടില്ല, എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് എക്സാമിനർ എല്ലാവരുടെയും ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കുന്ന കുറച്ചധികം ആൾക്കാരും ഉണ്ട്. ഓരോരുത്തരും മാറിക്കഴിഞ്ഞാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ടോയ് ട്രെയിനിന്റെ ടിക്കറ്റ്. ഇതാണ് ഉദകമണ്ഡലം ടു കൂനൂർ. 320 അല്ലേ? എത്ര പേർക്കാ? 4 പേർക്കല്ലേ? അതായത് ഒരാൾക്ക് 80. ഓക്കെ. തിരിച്ചെപ്പോഴാ പറഞ്ഞേ? ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ നല്ല തിരക്ക് പിടിച്ച് ചെക്കിങ്ങിലാണ്. ഇത് എപ്പോഴും അവിടെ നിന്ന് പോകണമെന്ന് അറിഞ്ഞൂടാ. ഉടനെ പോവുമായിരിക്കും. 9:18 9:18 ആയിട്ടുണ്ട്. 9:18 സോറി 9:14. 9:15 തോന്നുന്നു ട്രെയിൻ പോണത്. എല്ലാ ഡോറൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഓക്കെ, എന്തായാലും കൊള്ളാം കേട്ടോ. ഇടയ്ക്ക് ഫാമിലിയൊക്കെ ഉണ്ടോ? അവർക്കാണെങ്കിൽ കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഉടനെ തന്നെ ടിക്കറ്റ് കിട്ടി. 50 രൂപയുടെ ടിക്കറ്റ് തന്നെ കിട്ടി. ബായ്. അല്ല, വണ്ടി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോവാണ്. എല്ലാവരും ടാറ്റ പറഞ്ഞ് പോവാണ് കേട്ടോ. ബായ്. ഹലോ. ലാസ്റ്റ് ലേറ്റ് ആയിട്ട് 1-2 പേർക്കാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രെയിൻ എത്തി. അവർ കൃത്യസമയത്ത് എത്തിക്കൊണ്ട് കൊള്ളാം. ഇവര് വന്ന് ലേറ്റായിട്ടാണ് കയറിയത്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ട്രെയിൻ നിർത്തി കൊടുത്തു. ഒരു കറക്റ്റ് സമയത്ത് എത്തിക്കൊണ്ട് കൊള്ളാം. ബായ്. ബായ്. നമ്മളിന് അടുത്ത ഊട്ടിയിൽ വരുമ്പോൾ മസ്റ്റായിട്ടും ഇതിൽ കയറും. ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ പ്രൊഫഷണൽ കുറേയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ അവിടെ പെട്ടിയൊക്കെ പാക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിലേക്ക് കൊറിയർ അയക്കണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഫ്രണ്ട്സ്, നമ്മൾ കൊറിയറൊക്കെ പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇറങ്ങി. ഇപ്പോൾ നമ്മളിന് നേരെ പോകുന്നത് ദൊഡ്ഡബെട്ട പീക്ക് എന്നുള്ളൊരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. അതിവിടെ നിന്നൊരു 7 കിലോമീറ്റർ 8 കിലോമീറ്ററിനകത്തേ ഉള്ളൂ.
അവിടെയാണ് ഊട്ടിയിലെ സൂയിസൈഡ് പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെയാണ് ചെറിയൊരു ഹൈ റേഞ്ച് ഏരിയ, ഹെയർ പിന്നൊക്കെ ഉള്ള ചെറിയൊരു ഏരിയ. അതായത് നമുക്കൊരു 7 കിലോമീറ്റർ ഉള്ളൂ. അതായത് നമ്മളെ ഊട്ടിയിൽ നിന്ന് കോട്ടഗിരി പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഈ ഒരു ദൊഡ്ഡബെട്ട പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ദൊഡ്ഡബെട്ട പോയിട്ട് അവിടുത്തെ വ്യൂസും കണ്ടിട്ട് നേരെ കോട്ടഗിരി വഴിയാണ് തിരിച്ച് നാട്ടിലേക്ക് കോയമ്പത്തൂർ മെട്ടപ്പാളം വഴി കോയമ്പത്തൂരേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം പോകാനുള്ള വഴിയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ദൊഡ്ഡബെട്ട പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൊഡ്ഡബെട്ട പീക്ക് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ദൊഡ്ഡബെട്ട പീക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു, അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ആൾക്കാർക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ എന്തൊക്കെയാ കാണാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ വ്യൂ പോയിന്റ് മാത്രമാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. പിന്നെ വഴിയോര കച്ചവടക്കാരും അവരുടെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് എൻട്രി. ഈ ഒരു ദൊഡ്ഡബെട്ട പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയിലെ കംപ്ലീറ്റ് വ്യൂ, ഊട്ടി ടൗണിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടും. ഈ കാണുന്നതാണ് ഊട്ടി നഗരം. നഗരത്തിൻ്റെ മൊത്തം വ്യൂ കിട്ടുന്ന ഒരു പോയിൻ്റാണ് ദൊഡ്ഡബെട്ട പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനായിട്ടില്ല. പിന്നെ ഇവിടെ സൂയിസൈഡ് പോയിന്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു പോയിന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ഒരു സ്ഥലത്തിന് ദൊഡ്ഡബെട്ട പീക്ക് പോയിന്റ് എന്നാണ് പേരെങ്കിലും ഊട്ടിയിലുള്ള ആൾക്കാർ ഈ ഒരു ഏരിയയെ സൂയിസൈഡ് പോയിന്റ് എന്നും കൂടെ വിളിക്കാറുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് ഊട്ടി ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റ് ആയതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ വന്നെത്തിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ നമ്മൾ പാർക്കിങ്ങിൽ കണ്ടു. ദൊഡ്ഡബെട്ട പീക്കിലെ വ്യൂ പോയിന്റിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും തിരക്ക് കേട്ടോ. നമ്മളെന്താ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോകുമ്പോൾ, വീട്ടിലേക്കല്ല തിരിച്ച് ഇനി കോട്ടഗിരിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്കിനി കോട്ടഗിരിയിലെയും കോടനാടിലെയും വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹാവ് എ നൈസ് ഡേ.